ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, വീഡിയോ കണ്ടു നോക്കാം. ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട്. അതിനെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. കൂടെ ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു സവാള ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തത്, 2 മീഡിയം സൈസിലുള്ള പച്ചമുളക് കട്ട് ചെയ്തത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ഉപ്പ് നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം കുറച്ച് മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഇതുപോലെ കൈവച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. 250 കപ്പിന് 1 കപ്പാണ്. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഓയിൽ, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കൈവച്ചിട്ട് തന്നെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇത് കുഴച്ചെടുക്കാൻ വേണ്ടി നോർമൽ വാട്ടർ തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതിയേ. ഞാനിവിടെ 1/4 കപ്പ് വെള്ളം മാത്രമേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഇതിപ്പം ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇത് കണ്ടില്ലേ, ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കണം. ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് പരത്തിയെടുക്കാം. നമ്മൾ സാധാ ചപ്പാത്തിക്കെല്ലാം പരത്തുന്ന ആ ഒരു കനത്തിലാണ് നമുക്കിത് പരത്തിയെടുക്കേണ്ടത്. ഇതിപ്പം കണ്ടില്ലേ, ഞാൻ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഫില്ലിങ് അങ്ങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. ഈ വീഡിയോയിൽ കാണുമ്പോൾ അങ്ങ് ചെയ്തെടുത്താൽ മതിയേ. ഇതുപോലെ ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഓരോന്ന് ഇതിൽ നിന്ന് എടുത്തിട്ട് കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതിയേ. ഇതിപ്പോൾ ഞാൻ ഫുള്ളായിട്ടും ഇതുപോലെ അങ്ങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ അല്പം ഉപ്പ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം. ഇതുപോലെ മുട്ട നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച അതിൽ നിന്നും ഓരോന്ന് ഇതുപോലെ എടുത്തിട്ട് ഈ മുട്ടയിലേക്ക് 2 സൈഡും ഒന്ന് മുക്കിയെടുക്കണം. ഇതുപോലെ 2 സൈഡും മുക്കിയെടുത്തതിന് ശേഷം നല്ല പോലെ ചൂടായ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണ നല്ല പോലെ ചൂടായിരിക്കണം. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടാണ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പോൾ ഒരു സൈഡ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ അങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്ലെയിം ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് കൂട്ടി വെക്കാനും പാടില്ല, ഒരുപാട് കുറച്ച് വെച്ച് കൊടുക്കാനും പാടില്ല. അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ ഒരു ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റാം. ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതിയേ.
അങ്ങനെ ഇപ്പോൾ ഇതാ ഞാൻ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കോ അല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.